ഹായ് ഗൈസ് നമ്മൾ പ്രത്യേകിച്ച് പണി കാണുന്നില്ല. നമ്മുടെ വണ്ടി ഇടാൻ വേണ്ടി പോകണം. നമ്മുടെ ബുള്ളറ്റ് കൂട്ടനെ നമുക്കൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുക്കണം ഗൈസ്. നമുക്ക് അടുത്ത് പരിചയമുള്ള ഒരു സർവീസ് സെന്ററിലാണ് പോകുന്നത്. നോർമലി ഞങ്ങളുടെ കാറൊക്കെ കൊടുക്കുന്ന ഒരു സർവീസ് സെന്ററാണ്. ഇവിടെ വന്നപ്പോഴേക്കും ഓൾറെഡി ഒരു വാഗണർ കയറ്റിയിട്ട് കഴുകുമായിരുന്നു. അതിനിടെ കൂടെ എൻ്റെ ബ്രദർ ബുള്ളറ്റ് കയറ്റിയെന്ന് വെച്ചു. സോ ഇപ്പോൾ എന്തായാലും പുള്ളിയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഹൈ പ്രഷർ മെഷീൻ വെച്ചിട്ട് അടിച്ച് കഴുകി തുടങ്ങി ഗൈസ്. സോ നല്ല രീതിയിൽ ഡസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു. ഈ ഒരു ഷോപ്പിൻ്റെയും ഈ വണ്ടിയുടെ ഒക്കെ കാണുന്ന രീതിയിൽ 2-3 ക്ലിപ്സുകളൊക്കെ എടുത്തെങ്കിലും ബൈ ചാൻസ് മിസ്റ്റേക്കിൽ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴേക്കും എൻ്റെ ചെറിയൊരു കൈബദ്ധത്തിൽ ഞാൻ ആ ക്ലിപ്പുകളും ഡിലീറ്റ് ആക്കി കളഞ്ഞു പോയി. അറിയാതെ ഡിലീറ്റ് ആക്കി പോയി ഗൈസ്. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ കുഴപ്പമില്ല. ഞാൻ ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. UK ബുള്ളറ്റ് കൊണ്ട് പോയിട്ട് മഞ്ഞ് മുങ്ങി കിടക്കുന്ന ഒരു കോലമാണ് ഇത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കാറായാലും ബൈക്കായാലും എനിക്ക് ഇങ്ങനെ കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സ്നോ സ്പ്രേ അടിച്ചിട്ട് തുടച്ച് നൈസ് ആക്കിയിട്ട് പിന്നെ വെള്ളം അടിച്ച് കിഡിലെ ലുക്കിൽ ക്ലീൻ ആയിട്ട് വരും ഗൈസ്. എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ എപ്പോഴും റീൽസിലൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് കാണും ഇങ്ങനത്തെ വീഡിയോസൊക്കെ. ഗൈസ് ഫൈനലി വണ്ടിയെല്ലാം കഴുകി ഇറക്കി അവർ വെളിയിൽ കൊണ്ട് വെച്ചിട്ട് എയർ പ്രഷർ മെഷീൻ വെച്ചിട്ട് ജസ്റ്റ് ഓരോ ഭാഗത്തെ വെള്ളമൊക്കെ സെറ്റാക്കി ക്ലീനാക്കി നീറ്റാക്കി തരുന്നുണ്ട് ഗൈസ്. നല്ല രീതിയിൽ നമുക്ക് നല്ല അഫോർഡ് പ്രൈസിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് വണ്ടി എല്ലാം സെറ്റാക്കി തരും. എന്നത് മാത്രമല്ല ഇവിടെ നമുക്ക് ഇവർ കാർ വാഷ് മാത്രമല്ല ഡീറ്റെയിലിങ്ങും ഒക്കെ ഉണ്ട്. സോ അതുപോലെ ബോഡി കോട്ടിങ് അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വരുമ്പോൾ ഒരു ജിമ്മി എടുത്തിട്ട് ഡീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സോ ഗൈസ് പണിയെല്ലാം കഴിഞ്ഞ് നമുക്ക് വളരെ അഫോർഡ് പ്രൈസ് നമുക്ക് സാധനം സെറ്റാക്കി കയ്യിൽ തന്നു. അതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ വണ്ടി ഓടി തുടങ്ങിയപ്പോഴേക്കും ചെറിയ കുടച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൈലൻസറിനകത്ത് വല്ല വെള്ളം കയറിയോ അറിയത്തില്ല.